ഹായ് ഹലോ നമസ്കാരം. എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കീം 2025 ബന്ധപ്പെട്ട എല്ലാവിധ വാർത്തകളും നിങ്ങളുടെ മുന്നിൽ വ്യക്തവും കൃത്യവുമായി എത്തിക്കുന്ന ചാനലാണ് ഞങ്ങളുടേത്. ഇനി വരാൻ പോകുന്ന റാങ്ക് ലിസ്റ്റ്, അതുമായി ബന്ധപ്പെട്ട കോളേജ് പ്രവേശനം, അലോട്ട്മെൻറ്റ് തുടങ്ങിയ എല്ലാവിധ വാർത്തകളും ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ ഏറ്റവും ആദ്യം എത്തിക്കുന്നതുമായിരിക്കും. നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തതിന് ശേഷം കാണുവാൻ ശ്രമിക്കുക. ആദ്യമായി തന്നെ ഈ ഒരു സ്ക്രീൻ റെക്കോർഡർ അല്ലെങ്കിൽ ഒരു PDF നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട നമുക്കിപ്പോൾ ബി ഫാർമസിയുടെയും എഞ്ചിനീയറിംഗ് കോഴ്സിൻ്റെയും കാര്യം മാത്രമായിരിക്കും ഈ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യമായി തന്നെ എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റിലേക്ക് വന്നാൽ എഞ്ചിനീയറിംഗ് പ്രൊഫഷണൽ കോളേജുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലേക്ക് പ്രവേശന പരീക്ഷയ്ക്ക് ലഭിച്ച നോർമലൈസ്ഡ് മാർക്കിനും യോഗ്യതാ പരീക്ഷയിൽ അവസാന വർഷം മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി എന്നീ വിഷയങ്ങളിൽ ലഭിച്ച മൊത്തം മാർക്കിനും 50:50 എന്ന അനുപാതത്തിൽ തുല്യ പരിഗണന നൽകുന്നതായിരിക്കും. കെമിസ്ട്രി പഠിച്ചിട്ടില്ലാത്തവരുടെ കമ്പ്യൂട്ടർ സയൻസിൻ്റെയും കെമിസ്ട്രിയും കമ്പ്യൂട്ടർ സയൻസും പഠിച്ചിട്ടില്ലാത്തവരുടെ ബയോടെക്നോളജിയുടെയും കെമിസ്ട്രി, കമ്പ്യൂട്ടർ സയൻസ്, ബയോടെക്നോളജി എന്നിവ പഠിച്ചിട്ടില്ലാത്തവരുടെ ബയോളജിയുടെയും മാർക്ക് ഇവിടെ പരിഗണിക്കുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ ഈ ഒരു എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനുള്ള റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിനുള്ള മേജർ ഘട്ടമായി പറയുന്നത്. ബിഫാം കോഴ്സിലേക്കുള്ള പ്രവേശനത്തിൻ്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് പ്യുവർലി നമുക്ക് ലഭിക്കുന്ന ബിഫാം പ്രവേശന പരീക്ഷയുടെ മാർക്കിനെ അടിസ്ഥാനമാക്കി മാത്രമായിരിക്കും. ഇനി പറയുന്ന റാങ്ക് ലിസ്റ്റിൽ ഏതെങ്കിലും തരത്തിലുള്ള സമനില, അതായത് ടൈ വരികയാണെങ്കിൽ അത് എങ്ങനെയായിരിക്കും പരിഹരിക്കുക എന്നുള്ളതാണ്. എഞ്ചിനീയറിംഗിൻ്റെ കേസിലേക്ക് വന്നാൽ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിൽ ഒന്നിൽ കൂടുതൽ പേർക്ക് ഒരേ മാർക്ക് കിട്ടി സമനിലയായാൽ പ്രവേശനത്തിൽ ഗണിതത്തിൽ ഉയർന്ന പ്രീ നോർമലൈസ്ഡ് സ്കോറുള്ള വിദ്യാർത്ഥിക്ക് പരീക്ഷാ റാങ്കിങ്ങിൽ ഉയർന്ന സ്ഥാനം നൽകും. സമനില നിലനിൽക്കുകയാണെങ്കിൽ പ്രവേശന പരീക്ഷയുടെ ഫിസിക്സിൽ ഉയർന്ന പ്രീ നോർമലൈസ്ഡ് സ്കോറുള്ള വിദ്യാർത്ഥി റാങ്കിങ്ങിൽ ഉയർന്ന സ്ഥാനം നേടും. അപ്പോഴും സമനിലയാണെങ്കിൽ അവസാന വർഷത്തിലെ മാത്തമാറ്റിക്സിൽ ഉയർന്ന സ്റ്റാൻഡേർഡ് മാർക്കുള്ള വിദ്യാർത്ഥി റാങ്കിങ്ങിൽ ഉയർന്ന സ്ഥാനത്തെത്തും. സമനില നിലനിൽക്കുകയാണെങ്കിൽ യോഗ്യതാ പരീക്ഷയുടെ അവസാന വർഷത്തിലെ ഫിസിക്സിൽ ഉയർന്ന സ്റ്റാൻഡേർഡൈസ് മാർക്കുള്ള വിദ്യാർത്ഥിയായിരിക്കും ഉയർന്ന സ്ഥാനത്തിലേക്ക് പോകുക. അതായത് ടൈ വരികയാണെങ്കിൽ ആദ്യം നിങ്ങളുടെ കീമിലെ മാത്സിലെ ഏറ്റവും കൂടുതൽ മാർക്ക് ആർക്ക് നോക്കും, പിന്നെ ഫിസിക്സിൽ കീമിലെ മാർക്ക് നോക്കും. അതിലും ടൈ ആയാൽ മാത്രം +2 കിട്ടിയ മാത്സിൻ്റെ സ്കോറും അതിലും ടൈ ആണെങ്കിൽ +2 കിട്ടിയ ഫിസിക്സിൻ്റെ സ്കോറുമാണ് ഈ ഒരു ടൈ ബ്രേക്കിംഗ് സിസ്റ്റത്തിനായിട്ട് നോക്കുന്നത്. ഇനി ബി ഫാമിൻ്റെ കേസിലേക്ക് വന്നാൽ അവിടെ ടൈ ആയാൽ ഫാർമസി പ്രവേശന പരീക്ഷയിൽ കെമിസ്ട്രിയിൽ പ്രീ നോർമലൈസ്ഡ് സ്കോറുള്ള വിദ്യാർത്ഥികൾ റാങ്കിങ്ങിൽ ഉയർന്ന സ്ഥാനത്തെത്തും. ആദ്യം അവിടെ നോക്കുന്നത് കെമിസ്ട്രിയുടെ സ്കോർ ആയിരിക്കും, പിന്നെ ആയിരിക്കും അവിടെ ഫിസിക്സിലെ സ്കോർ എത്രയാണെന്ന് നോക്കുന്നത്. അപ്പോഴും നിങ്ങളുടെ ആ ഒരു പരീക്ഷയിൽ ടൈ ആണ് നിലനിൽക്കുന്നതെങ്കിൽ കെമിസ്ട്രിയിൽ കൂടുതൽ ശരിയായ ഉത്തരങ്ങൾ എഴുതിയ വിദ്യാർത്ഥിയായിരിക്കും ഒന്നാം സ്ഥാനത്തെത്തുക. വീണ്ടും ടൈ വരികയാണെങ്കിൽ ഫിസിക്സിൽ കൂടുതൽ ശരി ഉത്തരങ്ങൾ എഴുതിയ വിദ്യാർത്ഥി അവിടെ ഒന്നാം സ്ഥാനത്തേക്ക് പോകും. അതായത് കൂടുതൽ നെഗറ്റീവ് മാർക്ക് അവഗണിച്ച് കൂടുതൽ ശരി ഉത്തരം എഴുതിയ വിദ്യാർത്ഥിയായിരിക്കും ബി ഫാമിൻ്റെ റാങ്കിങ് ലിസ്റ്റിൽ മുന്നേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഒരു രണ്ട് കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഏത് രീതിയിലാണ് ആ റാങ്കിങ് സിസ്റ്റം വരുന്നതും റാങ്കിങ് ട്രൈ വന്നാൽ എന്താണ് ചെയ്യുന്നതും എന്നൊരു കാര്യം നിങ്ങൾക്കിപ്പോൾ പിടികിട്ടി കാണും. ഇങ്ങനെ ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ഈ ഒരു സ്കോറിംഗ് അല്ലെങ്കിൽ ഈ ഒരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുവാൻ പോകുന്നത്. ഇവിടെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എഞ്ചിനീയറിംഗ് ബിഫാം റാങ്ക് ലിസ്റ്റുകൾ 26/6/2025 മുമ്പ് പ്രസിദ്ധീകരിക്കുമെന്ന്, അതായത് ജൂൺ 20 മുമ്പ് പ്രസിദ്ധീകരിക്കുമെന്ന രീതിയിലാണ് ഈ ഒരു സൈറ്റിൽ കൊടുത്തിരിക്കുന്ന വാർത്ത. അപ്പോൾ ഇത്തരത്തിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളുമായി നിങ്ങളുടെ മുന്നിൽ മറ്റൊരു വീഡിയോയുമായി എത്തുന്നതായിരിക്കും.